മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് വിമാന സർവീസുകൾ ഇന്നും തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് 22 വിമാന സർവീസുകളാണ് മുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന 10 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വിനേഷ് കുമാർ കൂടുതൽ അപ്ഡേഷനുമായി ചേരുന്നു തിരുവനന്തപുരത്ത്. വിനേഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. ഇന്നും 22 സർവീസുകളാണ് തിരുവനന്തപുരത്ത് നിന്നുള്ളത് റദ്ദാക്കിയിട്ടുള്ളത്. അതിൽ 10 എണ്ണം ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുകൂടാതെ 12 എണ്ണം തിരുവനന്തപുരത്തേക്ക് വരേണ്ട സർവീസുകളുമാണ്. ഇതാണ് പൂർണ്ണമായി റദ്ദാക്കിയിട്ടുള്ളത്. ഇന്നലെ പക്ഷേ ഇത് പുനരാരംഭിക്കും എന്ന് അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം പുകയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതെല്ലാം റദ്ദാക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റുള്ള സ്ഥലത്തേക്ക് മാലിദ്വീപിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സർവീസുകളെല്ലാം തന്നെ പതിവ് പോലെ ഉണ്ട്. ഡൊമസ്റ്റിക് സർവീസുകളെ ഒന്നും തന്നെ ഇത് കാര്യമായി ബാധിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന സർവീസുകളാണ് ഇങ്ങനെ റദ്ദാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇതുവരെയും ഏകദേശം 1700ഓളം സർവീസുകളാണ് രാജ്യത്ത് നിന്ന് ഇതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് സർവീസ് റദ്ദാക്കിയിട്ടുള്ളത്. ഇതിൽ 1000 സർവീസുകൾ മാത്രമാണ് ഏകദേശം ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളുടേത്. ബാക്കിയെല്ലാം തന്നെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ തന്നെയാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇതെല്ലാം വലിയ കോടികളുടെ നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സർവീസുകൾ റദ്ദാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റ് പുകയുന്ന ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ സർവീസ് നടത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും അത് ഇനിയും വൈകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെ ജോലി ആവശ്യാർത്ഥം മറ്റും പോകുന്നവരും തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആളുകളും എല്ലാം തന്നെ ഏറെക്കുറെ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനിടയിൽ കുറച്ച് ആളുകളെ മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അധികം ആളുകൾക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട്. തിരുവനന്തപുരം മാത്രമല്ല, മറ്റുള്ള എയർപോർട്ടുകളിലെല്ലാം തന്നെ സമാനമായൊരു സാഹചര്യമാണുള്ളത്. SKN. ഓക്കെ, താങ്ക് യു വിനീഷ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.